ഇവർ ഒരു വിനോദ സഞ്ചാര സംഘമായിരുന്നു. ഇവർ പോയ വാഹനം പലകുറി മറയുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി വീട്ടുകാർക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാഭാവികമായും കെനിയ പോലെ സ്ഥലത്തായതുകൊണ്ട് തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്നതിൽ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കാരണം ഭർത്താവ് ജോയലിനടക്കം പരിക്കുകളോടുകൂടി ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അധികൃതർ അറിയിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്കും വീട്ടുകാർക്കും ലഭ്യമായിട്ടുള്ളൂ. ഇവരൊരു വിനോദസഞ്ചാര സംഘം ഒരു ടൂർ പാക്കേജ് പോലെ പോയതാണ്. അതിനിടയിൽ കെനിയയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ബസ് പല കൂടി തലകീഴായി മറിഞ്ഞു, അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു എന്നുള്ളതാണ്. ഗോകുൽ, ഈ രണ്ടുപേരല്ലാതെ ഈ അമ്മയും മകളും അല്ലാതെ മറ്റു മലയാളികൾ മരിച്ചതായി വാർത്ത വരുന്നുണ്ടോ? അതായത് 5 മലയാളികൾ എന്ന വിവരം ലഭിക്കുന്നതായി പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മങ്കരയിലുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഈ 2 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സ്ഥിരീകരണമുള്ളത്. 2 പേരുടെ കാര്യങ്ങൾ മാത്രമാണ് ഈ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. മറ്റ് പരിക്ക് പറ്റിയവരിൽ സ്വാഭാവികമായത് ഭർത്താവും മകനുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മലയാളികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, ഇത്തരത്തിൽ കാര്യങ്ങൾ. ഈ 5 മലയാളികൾ എന്നാണ് വരുന്നത്. പാലക്കാട് നിന്ന് പോയ ആളുകളെ കുറിച്ചായിരിക്കാം ഒരു പക്ഷെ അങ്ങനെയെങ്കിൽ വിവരം ലഭ്യമായിരിക്കുക. നമുക്ക് അവിടെ നിന്നും നമ്മുടെ മിഡിൽ ഈസ്റ്റ് ലേഖന്റെ കൂടി ഒരു ക്ലാരിറ്റി വരുന്ന നിമിഷം നമുക്ക് വരുത്താൻ കഴിയും ആരൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്ന മലയാളികൾ എന്ന കാര്യത്തിൽ. അപ്പോൾ ഇവർ ഖത്തറിൽ നിന്നും വാർത്ത അനുസരിച്ച് 6 പേർ മരിച്ചു എന്നതാണ്. അതിൽ അപകടത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഖത്തറിൽ നിന്നും പോയ ആളുകൾ, അപ്പോൾ ഇവരല്ലാതെ അവരെ കൂടാതെ മറ്റാരെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അങ്ങനെ ലഭ്യമായിട്ടുണ്ടോ? ഇവർ ഒരുമിച്ച് പോയവരാണോ? അവരിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഈ ടൂർ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നാട്ടിലേക്ക് എന്തെങ്കിലും ലഭ്യമാണോ? നേരത്തെ പറഞ്ഞതുപോലെ കെനിയ പോലെ ഒരു സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരാൻ വൈകുക തന്നെ ചെയ്യും. പക്ഷേ എംബസിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ടോ നാട്ടിലുള്ളവർക്ക്? സ്വാഭാവികമായും യഥാർത്ഥത്തിൽ വീട്ടുകാരെ ഈ വിവരം അറിയിച്ചു. എംബസി അധികൃതരും അതോടൊപ്പം തന്നെ മറ്റധികൃതരും ഈ വിവരങ്ങൾ അറിയിച്ചു. അവർക്ക് അത് സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഒരു യാത്രാ സംഘമായിട്ട് ഖത്തറിൽ നിന്നാണ് പോയത്. അതായത് കേരളത്തിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്നാണ് പോയത്. ഖത്തറിൽ നിന്ന് പോയ ഒരു യാത്രാ സംഘമാണ്. അതിൽ എത്ര മലയാളികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് നമ്മൾ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ജില്ലയിൽപ്പെട്ട മലയാളികളുണ്ടോ, അല്ലെങ്കിൽ വേറെ ഇന്ത്യക്കാരുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അത് സംബന്ധിച്ചുള്ള ഒരു വിവരവും സ്വാഭാവികമായും വീട്ടുകാർക്കും ലഭ്യമല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ അവിടെയുള്ള പ്രദേശവാസികളോടും മറ്റും ചോദിക്കുമ്പോൾ അവർക്ക് അറിയാവുന്ന ഏക കാര്യം ഈ കുടുംബം ഈ ഒരു യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. അതിൽ മരിച്ചത് ഭാര്യ റിയയും ഡൈറയും മരിച്ചു. ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ മലയാളികളുണ്ടോ, ഇവരുടെ കൂട്ടുകാരോ മറ്റ് ആളുകളോ പോയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ മലയാളി സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർ തൃശൂർ സ്വദേശികൾ, ഒരാൾ തിരുവല്ല സ്വദേശി എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ 2 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ ഗൂഗിൾ റിപ്പോർട്ട് ചെയ്തതുപോലെ റിയ, 39 വയസ്സുള്ള റിയയുടെ മകൾ ടൈറ ജോയൽ എന്നിവരെയാണ് മരിച്ചത്. ദാരുണമായൊരു സംഭവം. 5 മലയാളികൾ മരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഖത്തറിൽ താമസിക്കുന്നവരാണ് ഈ മരണപ്പെട്ട കുടുംബം. 2 പേർ ഖത്തറിൽ താമസിക്കുന്നവരാണ്. അവർ കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയതാണ്. മലയാളികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 5 മലയാളികൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇവരെക്കുറിച്ച് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കെനിയയിൽ നടന്ന ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നത് പോയവരിൽ ഒരു പക്ഷേ എല്ലാവരും മലയാളികളായിരുന്നിരിക്കണം. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് സംശയങ്ങളായി വരുന്നത്. അതിലിപ്പോൾ മരിച്ച ആളുകൾ, തിരിച്ചറിഞ്ഞ ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ നാട്ടിലേക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതായിരിക്കാം എംബസി അറിയിച്ചിരിക്കുന്നത്, അല്ലേ ഗൂഗിൾ? തീർച്ചയായും ആ തിരിച്ചറിഞ്ഞ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നത് പാലക്കാട് പത്തിരിപ്പാലയ്ക്കടുത്തുള്ള മണ്ണൂരിലുള്ള അമ്മയും മകളുടെ വിവരങ്ങൾ പാലക്കാട് ലഭ്യമായിട്ടുണ്ട്. കാഞ്ഞിരമ്പാറ പുത്തൻപുര സ്വദേശി റിയ, ഡൈറ എന്നിവരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചതെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്. ഇവരുടെ ഭർത്താവ് ജോയലും മകൻ ട്രാവിസ് എന്നിവരും പരിക്ക് പറ്റി ചികിത്സയിലാണ്. ഇവർ മറ്റൊരു അതായത് ഇവർ കേരളത്തിൽ നിന്നല്ല പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ബന്ധുക്കൾ